ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ചിത്തറയിൽ CPM BJP സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് മുന്നിൽ BJP എന്ന് CPM. അഞ്ചൽ അലയമണ ആലപ്പന്നട ക്ഷേത്രത്തിൽ മോഷണം. 4000-ഓളം രൂപ മോഷ്ടാക്കൾ അപഹരിച്ചു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം ജഗദീഷിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ വഞ്ചന കാട്ടിയ ഗണേഷ് കുമാറിനോട് ജനം പൊറുക്കില്ലെന്നും ലീഗ്. വാർത്തകൾ വിശദമായി. ചിതറയിൽ CPM BJP സംഘർഷം. 4 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് CPM. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. ഇതിന് തുടർച്ചയായി കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ BJP പ്രവർത്തകർ DYFI വില്ലേജ് പ്രസിഡന്റ് ദിജിനെ ബംഗോട് ക്ഷേത്രത്തിന് സമീപം ആക്രമിക്കുകയായിരുന്നു അത്രേ. പരിക്കേറ്റ ദിജിൻ സമീപത്തെ വീട്ടിൽ ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. ദിജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം രാത്രി ചിതറ കിഴക്കും ഭാഗം ജംഗ്ഷനിലും BJP പ്രവർത്തകർ സമാനമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടു. DYFI വില്ലേജ് സെക്രട്ടറി കൃഷ്ണനന്ദുവിനെയും വില്ലേജ് കമ്മിറ്റി അംഗം നിസാമിനെയും BJP പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട്. CPM ചിതറ ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കൈലാസിനെയും BJP പ്രവർത്തകർ ആക്രമിച്ചു. സന്തോഷ് കൈലാസിന്റെ കാർ അടിച്ചു തകർത്തിട്ടുണ്ട്. പരിക്കേറ്റവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ ചിതറയിലെ BJP പ്രവർത്തകരാണെന്ന് CPM നേതാക്കൾ അറിയിച്ചു. ഇതിനിടയിൽ BJP പ്രവർത്തകനായ അനിൽകുമാറിന്റെ ചിതറയിലെ ബേക്കറിക്ക് നേരെ ഒരു സംഘം ആക്രമണം നടത്തി. ഇതിനു പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJPയും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം മുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന സാഹചര്യത്തിലാണ് ബജറ്റ് അവതരണം മുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം ആകുമെന്നതിനാലാണ് ബജറ്റ് അവതരണം വേണ്ടെന്ന് വെച്ചത്. ബജറ്റ് ചർച്ചയ്ക്ക് വേണ്ടി ചേർന്ന യോഗത്തിൽ പഴയ ഭരണസമിതി അവതരിപ്പിച്ച ബജറ്റിന്റെ വരവ് ചിലവ് കണക്കുകൾ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ബജറ്റ് അവതരണത്തിനായി തീയതി പ്രഖ്യാപിച്ച് നിലവിലെ ഭരണസമിതിയുടെ പ്രാരംഭ ബജറ്റ് എന്ന നിലയിൽ വിപുലമായ മുന്നൊരുക്കങ്ങളും ഭരണസമിതി നടത്തിയിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മൂലം ബജറ്റ് അവതരണം മുടങ്ങിയതിന്റെ ആശങ്കയിലാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കിഴക്കൻ മേഖലയിൽ പനി പടരുന്നു. ദിവസേന 100 കണക്കിന് രോഗികളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്.
വൈറൽ ഫീവറും കിഴക്കൻ മേഖലയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. തലവേദനയും കഫക്കെട്ടും ശാരീരിക അസ്വസ്ഥതകളുമാണ് രോഗലക്ഷണം. ദിവസേന OP വിഭാഗത്തിൽ 1200ഓളം രോഗികൾ ചികിത്സ തേടി എത്തുന്നുണ്ട്. IP വിഭാഗത്തിൽ 100 കണക്കിന് രോഗികളാണ് എത്തുന്നത്. സ്വകാര്യ ആശുപത്രികളിലും പനിബാധിതർ എത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്നാണ് ആക്ഷേപം. രോഗലക്ഷണമുള്ളവർ സ്വയം ചികിത്സ നടത്താതെ ആശുപത്രികളിലെത്തി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗികൾക്ക് വിശ്രമവും ആവശ്യമാണ്. കിഴക്കൻ മേഖലയിൽ വേനൽ കടുത്തതോടെയാണ് പനി പടർന്നു പിടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ അലയമൺ ആലപ്പന്നട ക്ഷേത്രത്തിൽ മോഷണം. 4000ഓളം രൂപ മോഷ്ടാക്കൾ അപഹരിച്ചു. പ്രശസ്തമായ അഞ്ചൽ പൂരം നടന്നുവരുന്ന അലയമൺ ആലപ്പന്നട ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിനടുത്തുള്ള വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന ഏണി ക്ഷേത്രത്തിന്റെ മതിലിൽ ചാരി വെച്ച് ക്ഷേത്ര കോമ്പൗണ്ടിൽ ഇറങ്ങിയാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത്. മോഷ്ടാക്കൾ ക്ഷേത്ര പരിസരത്തുള്ള ശാന്തിമഠത്തിൽ സൂക്ഷിച്ചിരുന്ന 4000ഓളം രൂപയാണ് അപഹരിച്ചത്. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രശസ്തമായ അഞ്ചൽ പൂരം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതിനിടയിലാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം തുടർക്കഥയാവുകയാണ്. 1 മാസം മുമ്പാണ് അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം തുടർക്കഥയാകുമ്പോഴും പോലീസ് നിഷ്ക്രിയമാണെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ഫോൺ 0475-232-5333. എത്ര തിളക്കമായിരുന്നു ആ ദിവസം. വിണ്ണിലെ നക്ഷത്രങ്ങളെ പോലെ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം. മറക്കാൻ കഴിയുന്നതല്ല നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ.
നേത്ര ചികിത്സാ രംഗത്ത് 7 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഭാരത് കണ്ണാശുപത്രി ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളും നേത്ര വിദഗ്ധരുടെ പരിചരണവും സേവനങ്ങളും കൂടുതൽ സമയവും ലഭ്യമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിൽ എതിർവശം, പുനലൂർ. ഫോൺ 8891949693 9496949693 9447772610. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജുവലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution under the Kamal Educational Trust, owned and managed by the Believers Church. An ISO 9001-2008 certified Christian minority institution approved by AICTE and affiliated to Mahatma Gandhi University. The engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം. പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ലാംഗ്വേജ് ലാബ്. കുട്ടികളെ ഓൾറൗണ്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Come in to learn. Go out to serve. Holy Mass Central School, Idaman. Phone 0475 2336051 94472 47563. പുനലൂർ KSRTC ഡിപ്പോയിൽ രാത്രികാല സർവീസുകൾ മുടങ്ങുന്നു. സ്റ്റേ ബസുകൾ പോലും മനഃപൂർവ്വം റദ്ദാക്കാൻ നീക്കം. ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകളാണ് ഏറെയും മുടങ്ങുന്നത്. ഇത് യാത്രാക്ലേശം രൂക്ഷമാക്കുന്നുമുണ്ട്. പല സർവീസുകളും അയക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ താല്പര്യം കാണിക്കാറില്ല. നല്ല കളക്ഷൻ ലഭിക്കുന്ന റൂട്ടുകളിൽ പോലും സർവീസുകൾ റദ്ദാക്കുന്ന നടപടി ആവർത്തിക്കുകയാണ്. രാത്രി 8:15 കഴിഞ്ഞാൽ പിന്നെ ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസുകൾ പുനലൂർ ഡിപ്പോയിൽ നിന്ന് അയക്കാറില്ല. സ്റ്റേ ബസുകൾ പോലും മനഃപൂർവ്വം റദ്ദാക്കുന്ന നടപടിയാണ് ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത്. കൊട്ടാരക്കര, പത്തനാപുരം, അടൂർ ഭാഗങ്ങളിലേക്ക് പോലും രാത്രികാലങ്ങളിൽ സർവീസുകൾ അയക്കാറില്ല. യാത്രക്കാരാകട്ടെ
ആകട്ടെ ഓട്ടോ വിളിച്ചുമൊക്കെയാണ് വീട്ടിലെത്താറുള്ളത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും യാത്രക്കാർക്ക് വരുത്തിവെക്കുന്നു. ഈ സാഹചര്യത്തിൽ രാത്രികാല സർവീസുകൾ ഉടനടി പുനരാരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിത്ര ഗ്രാമപഞ്ചായത്തിൽ വിജിലൻസ് റെയ്ഡ്. ഈ സാക്ഷരതാ പഠനത്തിനായി വാങ്ങിയ ടാബുകൾ തിരികെ ഏൽപ്പിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ ഈ സാക്ഷരതാ പഠനത്തിനായി വാങ്ങിയ ടാബുകൾ തിരികെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് വിജിലൻസ് സംഘം റെയ്ഡിൽ കണ്ടെത്തി. തിരികെ ലഭിച്ചതിൽ ചിലത് വിതരണം ചെയ്തവയല്ലെന്നും കേടായ പഴയ ടാബുകളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുമാണ് ടാബുകൾ വാങ്ങിയത്. ഉപയോഗശേഷം ഇവ തിരികെ ഏൽപ്പിച്ചിട്ടില്ല എന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. കുടിവെള്ള വിതരണത്തിനായി വാങ്ങിയ വലിയ വാട്ടർ ടാങ്കുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ചലച്ചിത്ര നടൻ ജഗദീഷിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് രംഗത്തെത്തി. രാഷ്ട്രീയ വഞ്ചന കാട്ടിയ ഗണേഷ് കുമാറിനോട് ജനം പൊറുക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഉസ്മാൻ സാഹിബ്. മണ്ഡലത്തിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കാൻ ജഗദീഷ് തന്നെ വരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ഉസ്മാൻ സാഹിബ് പറഞ്ഞു. സജീവ രാഷ്ട്രീയ പ്രവർത്തനം അല്ലാത്ത സിനിമാ രംഗത്തുനിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ മാന്യതകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ജഗദീഷ് തന്നെയാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനാർത്ഥി ഈ സാഹചര്യത്തിൽ നിന്നാണ് എന്റെ വ്യക്തിപരമായ. രാഷ്ട്രീയ വഞ്ചന കാട്ടിയ ഗണേഷ് കുമാറിനോട് പത്തനാപുരത്തെ ജനങ്ങളുടെ പ്രതികാരമാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്നും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ലീഗ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഉസ്മാൻ സാഹിബ് കൂട്ടിച്ചേർത്തു. UDF-ൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. UDF സ്ഥാനാർത്ഥിയായി ആര് വന്നാലും മുസ്ലിം ലീഗ് രണ്ട് കൈയിലേക്ക് സ്വീകരിക്കും. അവരെ വിജയത്തിന് വേണ്ടി പൂർണ്ണമായും പിന്തുണയും പ്രവർത്തനവും ഉണ്ടാകും. അതിനകത്ത് മുസ്ലിം ലീഗിന് മറ്റൊരു അഭിപ്രായം എന്തെങ്കിലും കോൺഗ്രസിനുള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇലക്ഷന് തൊട്ട് മുമ്പ് അത് പരിഹരിക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. പരിഹരിക്കും എന്ന് തന്നെയാണ് നേതാക്കന്മാർ ഇടപെട്ട് പരിഹരിക്കുന്നു തന്നെയാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ചു എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അതിൻ്റെ മുകളിലേക്ക് അവസാനമായ അന്തിമമായ തീരുമാനം ആ സംസ്ഥാന നേതൃത്വം എടുക്കും. ആ തീരുമാനത്തെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ജഗദീഷിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ KPCC സെക്രട്ടറി G. രതികുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്ന സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വെഞ്ചേമ്പ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥലവാസികളുടെ ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമായത്. വർഷങ്ങളായി തകർച്ചയിലായിരുന്ന മാർക്കറ്റിന്റെ പുനർനിർമ്മാണം സ്ഥലവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു. ബെഞ്ചേമ്പ് മാത്ര മുതലായ പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ മാർക്കറ്റ്. പ്രദേശത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ ഇനി പുനലൂരിലെത്തേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവയിൽ ഏറിയ പങ്കും പ്രദേശവാസികൾ തന്നെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളാണ്. മാർക്കറ്റിൽ ഒരേ സമയം 20ഓളം കച്ചവടക്കാർക്ക് കച്ചവടം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റിനുള്ളിൽ മത്സ്യക്കച്ചവടം നടത്തുന്നതിനായി പ്രത്യേകം സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി മാർക്കറ്റിൻ്റെ യാതൊരുവിധമായ പ്രവർത്തനങ്ങളുമില്ല. മാർക്കറ്റ് ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കനാലിന് സ്ഥലമെടുക്കുന്ന സ്ഥലത്തായിരുന്നു മാർക്കറ്റ്. ഏതാണ്ട് 75 വർഷത്തോളം പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് വെഞ്ചേരി പബ്ലിക് മാർക്കറ്റ്. ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പൗരസമിതിയെല്ലാം ഇവിടെ ഒരു മാർക്കറ്റ് സംരക്ഷണ സമിതി ഉണ്ടാക്കി കുറേ ചെറുപ്പക്കാരെ സംഘടിച്ച് മാർക്കറ്റ് വൃത്തിയാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുമ്പിരുന്ന S. ജയമോഹനെ സമീപിച്ചുകൊണ്ടാണ് ഇവിടെ ഫണ്ട് അനുവദിക്കുന്നതിന് മെമ്മോറാണ്ടം തയ്യാറാക്കി നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഒരു അപേക്ഷയെല്ലാം കൊടുത്ത് അങ്ങനെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജയമോഹനാണ് ഇവിടെ മാർക്കറ്റിന് നവീകരണത്തിന് 15 ലക്ഷം രൂപ അനുവദിക്കുന്നത്. 15 ലക്ഷം രൂപ അനുവദിച്ച് വളരെ വിപുലമായ രൂപത്തിൽ സ്റ്റാളെല്ലാം പണിഞ്ഞ് കച്ചവടക്കാർക്ക് ഇരുന്ന് കച്ചവടം ചെയ്യത്തക്ക രീതിയിലുള്ള വിപുലമായ സംവിധാനത്തോടുകൂടിയാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിതറയിൽ CPM BJP സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് മുന്നിൽ BJP എന്ന് CPM. അഞ്ചൽ അലയമൺ ആലപ്പന്നട ക്ഷേത്രത്തിൽ മോഷണം. 4000ഓളം രൂപ മോഷ്ടാക്കൾ അപഹരിച്ചു.
പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം ജഗദീഷിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ വഞ്ചന കാട്ടിയ ഗണേഷ് കുമാറിനോട് ജനം പൊറുക്കില്ലെന്നും ലീഗ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.